നമസ്കാരം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുമെന്ന പ്രചാരണങ്ങൾക്കിടെ പ്രതികരണവുമായി റെയിൽവേ രംഗത്ത് വന്നു. പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഡിവിഷൻ വിഭജനത്തെക്കുറിച്ചോ ലയനത്തെക്കുറിച്ചോ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദി വ്യക്തമാക്കി. അടിസ്ഥാനരഹിതമായ പ്രചാരണം പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുത പരിശോധിക്കാതെ പല പ്രമുഖരുടെയും പ്രതികരണം കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ഡിവിഷൻ നിർത്തലാക്കി പകരം കോയമ്പത്തൂരും മംഗളൂരുവും കേന്ദ്രീകരിച്ച് പുതിയ ഡിവിഷനുകൾ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് പ്രചരിച്ച വാർത്ത. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ മുന്നിലുള്ള ഡിവിഷൻ നിർത്തലാക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ വൻ പ്രതിഷേധമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നത്. ഇതേ തുടർന്നാണ് റെയിൽവേ വിശദീകരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നത്. 1956 രൂപീകൃതമായ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ ഡിവിഷനുകളിൽ ഒന്നാണ്. പാലക്കാട് ഡിവിഷൻ മുമ്പ് വിഭജിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. നിലവിൽ പോത്തന്നൂർ മുതൽ മംഗളൂരു വരെ 588 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് പാലക്കാട് ഡിവിഷൻ. വരുമാനത്തിൽ മികച്ച നിലയിലാണ് പാലക്കാട് ഡിവിഷൻ. 2023-24 സാമ്പത്തിക വർഷം യാത്രാ ട്രെയിനുകളിൽ നിന്ന് മാത്രമായി 964.19 കോടി രൂപയാണ് പാലക്കാടിന്റെ വരുമാനം. റെയിൽവേയുടെ പ്രധാന ഡിവിഷനുകളിൽ ഒന്നായ പാലക്കാട് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം സംസ്ഥാന സർക്കാരും യാത്രക്കാരും ശക്തമാക്കിയിരുന്നു. ഡിവിഷനെ ഇല്ലാതാക്കരുതെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തെഴുതിയത്. കർണാടക കേന്ദ്രീകരിച്ച ലോബിയാണ് പാലക്കാട് ഡിവിഷനെതിരായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നായിരുന്നു ആരോപണം. പാലക്കാട് ഡിവിഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഡിവിഷനുകളിൽ ഒന്നാണ്. 56ലാണ് ഇത് രൂപീകരിക്കുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ സംഭാവനകൾ ചെയ്യുന്ന ഡിവിഷൻ കൂടിയാണ് പാലക്കാട്. 588 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡിവിഷൻ പോത്തന്നൂർ മുതൽ മംഗളൂരു വരെയാണ്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. ഇതിനുശേഷം പലപ്പോഴായി പാലക്കാട് ഡിവിഷനെ ഇല്ലാതാക്കാൻ ശ്രമം നടന്നു എങ്കിലും അന്നെല്ലാം പ്രതിഷേധം മൂലം നീക്കം വിജയിച്ചിരുന്നില്ല. പാലക്കാടിനെ ഇല്ലാതാക്കി കോയമ്പത്തൂർ മംഗളൂരു ഡിവിഷനുകൾ ആരംഭിക്കാനാണ് നീക്കമെന്നായിരുന്നു സൂചനകൾ. ചെന്നൈ ആസ്ഥാനമായുള്ള ദക്ഷിണ റെയിൽവേക്ക് 6 ഡിവിഷനുകളാണ് ഉള്ളത്. ഇതിൽ 2 മാത്രമാണ് കേരളത്തിൽ. പാലക്കാട് അടച്ചുപൂട്ടിയാൽ തിരുവനന്തപുരം മാത്രമാകും കേരളത്തിലെ ഏക ഡിവിഷൻ. പാലക്കാട് ഡിവിഷൻ ഇല്ലാതായാൽ യാത്രക്കാരെ തീരുമാനം വലിയ തോതിൽ ബാധിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് സർവീസുകൾ ഇല്ലാതെ യാത്രാക്ലേശം രൂക്ഷമാണ്. പുതിയ ട്രെയിനുകളും പദ്ധതികളും ലഭിക്കണമെങ്കിൽ ഡിവിഷൻ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. വരുമാനമേറെയുള്ള ഡിവിഷനെ ഇല്ലായ്മ ചെയ്താൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് അത് തിരിച്ചടിയാകുമെന്നും പരാതികൾ ഉണ്ടായിരുന്നു. റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് തുടരുന്നത് എന്നാണ് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞത്. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ മുന്നിലാണ് പാലക്കാട്. ഒരു പോരായ്മകളും ചൂണ്ടിക്കാണിക്കാനില്ലാതിരുന്നിട്ടും ഈ ഡിവിഷൻ നിർത്തലാക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് മന്ത്രി ആരോപിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യ 10ൽ കേരളത്തിൽ നിന്ന് 4 സ്റ്റേഷനുകളാണ് ഉൾപ്പെട്ടത്. കേരളത്തിൽ സ്റ്റേഷനുകളിൽ 1ാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ്. 263 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. 2022-23 സാമ്പത്തിക വർഷം 216 കോടി രൂപയായിരുന്നു തിരുവനന്തപുരത്തിന്റെ വരുമാനം. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ 115 കോടി രൂപയാണ് വരുമാനമായി ഉണ്ടാക്കിയത്.